ഇനി ഇപ്പോൾ റിപ്പീറ്റ് ചെയ്യുന്ന കുട്ടികളോട് എന്താണ് ആര്യക്ക് പറയാനുള്ളത്? എക്സാം പ്രിപ്പറേഷൻ ആണെങ്കിൽ കൺസിസ്റ്റൻസി വേണം. എല്ലാവരും പറയുന്ന പോലെ തന്നെ റിപ്പീറ്റ് ചെയ്യണോ എന്നുള്ളൊരു ചോദ്യം തന്നെ വരും. PYQs സോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഈ 3 സബ്ജക്ട്സിൻ്റെയും കോർ ഏരിയാസ് നമുക്ക് മനസ്സിലാവും. ഹലോ എവരിവൺ. സോ നിങ്ങളെല്ലാവരും ഇപ്പോൾ +2 കഴിഞ്ഞു, ഇനി എന്ത് ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷനിലായിരിക്കും. അതായത് JEE എനിക്ക് റിപ്പീറ്റ് ചെയ്യണോ അതോ റിപ്പീറ്റ് ചെയ്യാതെ ഏതെങ്കിലും ഒരു കോഴ്സ് എടുത്ത് പഠിച്ചാൽ മതിയോ എന്നുള്ളൊരു കൺഫ്യൂഷനായിരിക്കും നിങ്ങളെല്ലാവരും ഉണ്ടാവുക. സാർ, ഞാൻ ഫസ്റ്റ് ടൈം എഴുതിയ സമയത്ത് എനിക്ക് ഇത്ര പെർസെൻറ്റേജുള്ളൂ, ഒരു 60% മാർക്കേ ഉള്ളൂ, അല്ലെങ്കിൽ ഒരു 70% മാർക്കേ ഉള്ളൂ, ഇനി ഞാൻ എന്ത് ചെയ്യണം എന്നൊരു കൺഫ്യൂഷനാണോ നിങ്ങൾക്ക് നിൽക്കുന്നത്? സോ ഞാൻ നിങ്ങളെ ഈ ഒരു കൺഫ്യൂഷൻ തീർക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരാളെ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ സൈലത്തിൻ്റെ ധീര JEE ഓൺലൈൻ ബാച്ചിൽ പഠിച്ചുകൊണ്ട് 99% കരസ്ഥമാക്കി ഇപ്രാവശ്യം ഫസ്റ്റ് അലോട്ട്മെൻറ്റ് തന്നെ NID EC എന്നുള്ള ബ്രാഞ്ച് ഉറപ്പിച്ച ആര്യയാണ് നിങ്ങൾക്ക് ഈ സംശയം ക്ലിയർ ചെയ്യാൻ കൊണ്ടുവന്നിരിക്കുന്നത്. സോ ആര്യ, നമ്മളിപ്പോൾ നോർമലി ഇപ്പോൾ +2 എഴുതിയ സമയത്ത് ആര്യക്ക് എത്ര പെർസെൻറ്റേജ് ഉണ്ടായിരുന്നു നമ്മുടെ JEE എക്സാമിന്? 24% ഉണ്ടായിട്ടുള്ളൂ അല്ലേ? സോ ഈ ഒരു 24% നിന്ന് റിപ്പീറ്റ് ചെയ്താൽ ഈ നല്ലൊരു പെർസെൻറ്റേജിലേക്ക് എത്താൻ വേണ്ടി പറ്റും, അല്ലെങ്കിൽ 24% ആയ സമയത്ത് പാരൻസിനിടയിൽ തന്നെ എന്തുണ്ടാവും, ഇനി നമുക്ക് എത്രത്തോളം ഒരു വർഷം പഠിച്ചാൽ നല്ലൊരു മാർക്കിലേക്ക് എത്താൻ വേണ്ടി പറ്റുമോ എന്നുള്ളൊരു ഡൗട്ട്ഫുൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നോ? എല്ലായിടത്തും പോലെ തന്നെ ഉണ്ടായിരുന്നു. സോ അത് എങ്ങനെ ഓവർകം ചെയ്തു? പാരൻസിനോട് എന്തൊരു കോൺഫിഡൻസ് ആണ് ആര്യ കൊടുത്തത്, എനിക്കിത് പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് വരാൻ? അതായത് നമ്മള് ഓൺലൈനിൽ റിപ്പീറ്റ് ചെയ്യാം എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും പറയുന്ന പോലെ തന്നെ റിപ്പീറ്റ് ചെയ്യണോ എന്നുള്ളൊരു ചോദ്യം തന്നെ വരും. അപ്പൊ പിന്നെ നമ്മള് കുറച്ച് ടൈം നമുക്ക് ചോദിക്കുക, അല്ലാണ്ട് വേറെ ചോയ്സ് ഇല്ലല്ലോ. ചോദിച്ച് നമ്മളെ ഒന്ന് ഒബ്സർവ് ചെയ്യ്, നിങ്ങൾക്ക് എന്തെങ്കിലും ഇമ്പ്രൂവ്മെന്റ് ഉണ്ടെങ്കിൽ ഓക്കെ ആക്കാം, അങ്ങനെയുള്ള രീതിയിൽ. അങ്ങനത്തെ ഒരു പോസിറ്റിവിറ്റി ആണ് ആര്യ പാരന്റ്സിന്റെ അടുത്ത് കൊടുത്തിരിക്കുന്നത്. സോ ആര്യ, അപ്പൊ ഞാൻ ചോദിക്കുകയാണ്, ആര്യ ഇപ്പം ഈ ഒരു എത്ര പറയാ 24 റേഞ്ച് പെർസെൻറ്റേജിൽ നിന്ന് ഇത്രത്തോളം 99%ലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു സ്ട്രാറ്റജി എന്തായിരുന്നു? അതായത് ഞാൻ പ്രിപ്പറേഷൻ ഒന്നും ചെയ്യാതെ 24% എനിക്ക് കിട്ടി. അപ്പോൾ ഇനിയും കുറച്ചുകൂടെ, അതായത് ഒരു ടൈം പീരീഡ് നമുക്ക് പ്രിപ്പറേഷൻ ആയിട്ട് എടുത്തിട്ട് നമ്മൾ പക്ക എഫേർട്ട് ഇടുകയാണെങ്കിൽ നമുക്ക് ഇത് ക്രാക്ക് ചെയ്യാം എന്നുള്ളൊരു പ്ലാനിങ്ങും ഡിറ്റർമിനേഷനോട് കൂടിയാണ് തുടങ്ങിയത്. അതെ, ഏകദേശം നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാന് ഞാന് ശരിക്കും ഭയങ്കര ലേറ്റ് ആയിട്ടാണ് തുടങ്ങിയത്. ജൂലൈ ലാസ്റ്റ്, ഓഗസ്റ്റ് ആണ് ഞാൻ ഇത് ബാച്ച് പർച്ചേസ് ചെയ്യുന്നത്. ഓഗസ്റ്റ് ഫസ്റ്റ് വീക്ക് കുറച്ച് വേറെന്തൊക്കെയോ കാര്യങ്ങളായിട്ട് ഞാൻ ഇങ്ങനെ പോയി. ഓഗസ്റ്റും ഫസ്റ്റ് വീക്ക് കഴിഞ്ഞാണ് ഞാൻ ക്ലാസ്സസ് പ്രോപ്പർ ആക്കുന്നത്. അതായത് അങ്ങനെയാണെങ്കിൽ ശരിക്കും നമ്മൾ ധീര സെക്കൻഡ് ബാച്ച് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു ടൈമാണ് എക്സാക്ട്ലി. അതായത് ഇപ്പോ ഓൾറെഡി ഇപ്പോ നമ്മുടെ ഒരു ബാച്ച് ഒക്കെ നമ്മളിപ്പോ തുടങ്ങിയ സമയത്ത് കുട്ടികൾ ഇപ്പോ ജൂൺ ജൂലൈ ആ റേഞ്ചിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് 2-3 ചാപ്റ്റേഴ്സ് ഒക്കെ കഴിഞ്ഞ് അവർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്തിന് ശേഷം ഓഗസ്റ്റിൽ എത്തിയതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, ബാച്ചിൽ നിന്നാണ് ഇയാൾ 99% എത്തിയിരിക്കുന്നത്. വളരെ കുറഞ്ഞ മാസം കൊണ്ട് ഇയാൾ എന്ത് ചെയ്തിട്ടുണ്ട്, 24%ൽ നിന്ന് 99ലേക്ക് എത്തിച്ചിട്ടുണ്ട്. വലിയൊരു അടിപൊളി അച്ചീവ്മെന്റ് ആട്ടോ, ഇയാളെ സംബന്ധിച്ച് വളരെ അടിപൊളി നല്ലൊരു അച്ചീവ്മെന്റ് ആണ്. സോ ഞാൻ പറയാണ്, അതായത് ഇപ്പോൾ എക്സാക്ട് ഇപ്പോൾ ഈ ഒരു ഇത് കേട്ടോണ്ടിരിക്കുന്നവരെ സംബന്ധിച്ച് 24% വെറും 0 പ്രിപ്പറേഷൻ ഇയാൾ വാങ്ങി. പിന്നെ വളരെ ഡിറ്റർമിൻ ആയിട്ട് കുറച്ച് കാലം പഠിച്ച് നല്ലൊരു മാർക്ക് 99%ലേക്ക് ഇയാൾ എത്തി. ഇനി ഇപ്പോൾ റിപ്പീറ്റ് ചെയ്യുന്ന കുട്ടികളോട് എന്താണ് ആര്യക്ക് പറയാനുള്ളത്? നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നല്ല ചോയ്സ് തന്നെയാണ്. അതായത് നമ്മൾ ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോഴത്തെ സ്കോർ വെച്ച് ചിലപ്പോൾ ഇതിനേക്കാൾ സെയിം ഫീസിൽ തന്നെ ചിലപ്പോൾ ഇത്രയും അടിപൊളിയായിട്ടുള്ള കോളേജിൽ പഠിക്കാൻ പറ്റണമെന്നില്ല. അതായത് നമ്മൾ സെൽഫ് ഫിനാൻസിങ് കോളേജിൽ പഠിക്കാൻ പോകുന്നു, അതിനേക്കാൾ ചിലപ്പോൾ നമുക്ക് സ്കോളർഷിപ്പോട് കൂടിയായിരിക്കും NITസിലൊക്കെ പഠിക്കാൻ പറ്റുക. അതായത് നമ്മൾ ടോപ്പ് 1%ൽ NITസിൽ പഠിക്കുകയാണെങ്കിൽ നമുക്ക് 0% നമുക്ക്, അതായത് ഫീസ് ഒന്നും കൊടുക്കേണ്ടി വരില്ല. ഓൾറെഡി അവർ ഓരോ സ്കോളർഷിപ്പായിട്ട് റീഫണ്ട് ചെയ്ത് നമ്മൾ ശരിക്കും 0 ഫീസിലാണ് പഠിക്കുന്നത് എന്നൊരു സ്കീമാവും. അതായത് ഒരു പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 1 സ്കോളർഷിപ്പോട് കൂടി പഠിക്കാനുള്ള ഒരു അവസരമാണ് ശരിക്കും നിങ്ങൾക്ക് ഈ ഒരു JEE എക്സാം. സോ ആ ഒരു JEE എക്സാം ക്രാക്ക് ചെയ്യാനുള്ള ഒരു എന്ത് ഐഡിയ ആണ് ഇപ്പോഴത്തെ റിപ്പീറ്റേഴ്സിന് ഇയാൾ കൊടുക്കുക?
ആര് ചെയ്തിരിക്കുന്നത് ഒരു 24% നിന്ന് 99% ഫ്രം ഓഗസ്റ്റ് ടു ജാനുവരി എത്തുമ്പോഴേക്കും ഈ ഒരു ചെറിയ ഗ്യാപ്പിൽ വളരെ വലിയൊരു ജമ്പിലേക്ക് അയാൾ പോയിരിക്കുന്നത് അല്ലെ, 24 to 99. അപ്പോൾ അത് പോസിബിൾ ആണ് എന്നുള്ള ഒരു കാര്യം കുട്ടികൾക്ക് തോന്നാൻ ആര് എന്താണ് പറയാ? നമ്മൾ എങ്ങനെ നോക്കിയാലും കൺസിസ്റ്റൻസി അത് പക്കയായിട്ട് കൊണ്ടുപോയാൽ പ്രിപ്പറേഷൻ്റെ കാര്യം, എക്സാം പ്രിപ്പറേഷൻ ആണെങ്കിൽ കൺസിസ്റ്റൻസി വേണം. ഇല്ലെങ്കിൽ അത് എവിടെയെങ്കിലുമൊക്കെ വിള്ളലുകൾ വന്ന് നമുക്കത് എക്സാം ഹോളിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. പക്ഷെ കൺസിസ്റ്റൻസി അത് നമ്മളെപ്പോഴും എല്ലാ ഡേയ്സും ഒരു മിനിമം 1 hour എങ്കിലും പഠിച്ചു പോവുകയാണെങ്കിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് ആ സ്റ്റഡിയുടെ ആ ഒരു ഫ്ലോ കിട്ടും. അങ്ങനെ ആയിക്കഴിയുമ്പോൾ നമുക്ക് ഡെയിലി നമ്മൾ പ്രോബ്ലംസ് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എക്സാം ഹോളിൽ കയറി കഴിയുമ്പോൾ ഇപ്പോൾ ലെങ്തി പ്രോബ്ലം കാണുമ്പോൾ ഉള്ള ഒരു ഫിയർ അതില്ലാതാവും. ഡെയിലി 1 ലെങ്തി പ്രോബ്ലം ഒക്കെ വെച്ച് നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഞാൻ പറയുകയാണ്, ഇപ്പോൾ ഫിസിക്സ് പോലുള്ള ഒരു സബ്ജക്റ്റ് എങ്ങനെ ഈ ഒരു നല്ലൊരു മാർക്കിലേക്ക് എത്തിക്കാൻ ആര് ചെയ്തൊരു ട്രിക്ക് എന്ന് വെച്ചാൽ എന്താ? ഫിസിക്സ് നമുക്ക് PYQs സോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഈ 3 സബ്ജക്ട്സിൻ്റെയും കോർ ഏരിയാസ് നമുക്ക് മനസ്സിലാവും. അത് ഡെപ്തിൽ നമ്മൾ അതായത് NCERT ഡെപ്തിൽ മനസ്സിലാക്കി നല്ല ബേസ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ പക്കയായിട്ട് PYQs മിനിമം 10 years ബാക്കിലേലും ഫുള്ളി കംപ്ലീറ്റഡ് ആയിട്ട് ഫുള്ളി പക്ക കോൺഫിഡൻ്റ് ആയിട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്താൽ തന്നെ നല്ലൊരു പെർസെന്റേജിലേക്ക് നമുക്ക് എത്താൻ വേണ്ടി പറ്റും. സോ നമ്മുടെ ആര്യ പറഞ്ഞിരിക്കുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞിരിക്കുന്നത് സിമ്പിളായി തോന്നുമെങ്കിൽ കൂടി 24% നിന്ന് 99% നിന്ന് വലിയൊരു സ്കോർ അച്ചീവ് ചെയ്തിരിക്കുകയാണ് ആര്യ. സോ ഓൾറെഡി ഇപ്പോൾ NIT ഒരു സീറ്റൊക്കെ ഉറപ്പിച്ച് ഈസി എന്നുള്ള, അതായത് അലോട്ട്മെന്റ് വരുന്നതിന് മുന്നേ തന്നെ ഈസി എന്നുള്ള NIT സീറ്റൊക്കെ ഏകദേശം ഉറപ്പിച്ചിരിക്കുകയാണ് നമ്മുടെ ആര്യ. സോ ആര്യ സ്റ്റാർട്ട് ചെയ്ത സമയം ഓഗസ്റ്റ് ആണ്. ഇപ്പോഴും നമ്മുടെ ഓഗസ്റ്റ് മാസത്തിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല. നിങ്ങൾ ഇനിയും ലേറ്റായിട്ട് സ്റ്റാർട്ട് ചെയ്യാതിരിക്കുക. എത്രയും പെട്ടെന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, സ്റ്റാർട്ട് ചെയ്യുക. നമ്മൾ ഓൾറെഡി നമ്മുടെ സൈലത്തിൻ്റെ ധീര JEE ബാച്ചുകൾ റണ്ണിങ്ങിലാണ്. എത്രയും പെട്ടെന്ന് നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്ത് ആര് ക്രാക്ക് ചെയ്ത പോലെ തന്നെ നിങ്ങൾക്കും ഡെഫിനറ്റായിട്ട് 100% സ്കോളർഷിപ്പോട് കൂടി പഠിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എത്തിച്ചേരാൻ വേണ്ടി പറ്റട്ടെ. സോ എത്രയും പെട്ടെന്ന് നിങ്ങൾ ബാച്ചിൽ അഡ്മിഷൻ എടുക്കുക. ഓൾ ദ വെരി ബെസ്റ്റ്. ബൈ ബൈ.